ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ്. ആകാശിനെയും കൊണ്ട് എല്ലാവരും ഒബ്സർവേഷൻ റൂമിലേക്ക് കൊണ്ടുപോവാണ്. ആകാശ് ആകാശ് എന്ന് പറഞ്ഞ് ആരതി നിലവിളിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അച്ഛനും അമ്മയും നിനക്കൊന്നുമില്ലടാ എന്ന് വിഷമത്തോടെ പറയാണ്. അകത്തേക്ക് പോയിക്കോ, നിങ്ങളൊക്കെ ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യും. ആകാശ്. ആരതി, നീ ഇങ്ങനെ കരയല്ലേ ചന്ദ്രിക. അയ്യോ ചേച്ചി, ആകാശിനെ ഈ അവസ്ഥയിൽ എനിക്ക് കാണാൻ കഴിയുന്നില്ല. ആകാശ്. ഡോക്ടർ ഇപ്പോൾ എങ്ങനെയുണ്ട് ആകാശിന്? ആകാശിന് ഹെഡിൽ ഇഞ്ചുറി ഉണ്ട്. ആകാശിന് ഇമ്മീഡിയറ്റായിട്ട് സർജറി ചെയ്തേ പറ്റൂ. അയ്യോ, സർജറിയോ? ഡോക്ടർ ചോദിക്കുകയാണ്. ആകാശിൻ്റെ അച്ഛനും അമ്മയാരാ? ഞങ്ങളാണ് സാർ. നിങ്ങളുടെ മകൻ മാരീഡാണോ? ഇപ്പോൾ തന്നെ ആരതി പറയാണ്. ഞാനാ ആകാശിൻ്റെ വൈഫ്. സർ, ഇവരുടെ കയ്യിൽ നിന്നും ഒരു സൈൻ വാങ്ങിച്ചോ. ഡോക്ടർ. ഓക്കെ, എവിടെയാ ഇടണ്ടേ? ആരതി വിറക്കുന്ന കൈകൾ കൊണ്ട് സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അറിയില്ല അങ്കിൾ, ധൈര്യമായിട്ടിരിക്കുക. ആകാശിൻ്റെ അച്ഛനോട് സിദ്ധു പറയാണ്. പിന്നെ താമസിച്ചില്ല, എത്രയും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യുകയാണ്. 3-4 ഡോക്ടർമാർ ചേർന്ന് ആകാശിൻ്റെ സർജറിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതേസമയം പുറത്ത് നിൽക്കുന്നവരൊക്കെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ആകാശിൻ്റെ അച്ഛനാണെങ്കിൽ അതിലേറെ വിഷമത്തോടെ നിൽക്കുകയാണ്. അങ്ങനെ ആകാശിൻ്റെ സർജറി കഴിഞ്ഞു. അതിനുശേഷം കാണിക്കുന്നത് മഹേഷിനെയാണ്. മഹേഷ് ഇതാ ഒരു ഹോട്ടലിൽ കയറി ചായയും കടിയൊക്കെ കഴിക്കുകയാണ്. മഹേഷ് ഭക്ഷണമൊക്കെ കഴിച്ച് കൈയൊക്കെ കഴുകി വന്ന് പോക്കറ്റിൽ പേഴ്സിന് നോക്കുകയാണ് പൈസ കൊടുക്കാൻ വേണ്ടി. നോക്കുമ്പോൾ പേഴ്സ് കാണാനില്ല. മഹേഷ് ആകെ പരുങ്ങലായി. അയ്യോ, പേഴ്സ് കാണില്ലല്ലോ, എവിടെയോ മിസ്സായി പോയിരിക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? മഹേഷ് അങ്ങനെ അവിടെ പോയിട്ട് പറയാണ്, പേഴ്സ് മിസ്സായി പോയി സാർ. ഞാൻ അടുത്ത തവണ വരുമ്പോൾ ബില്ലടിച്ചോളാം സാർ. അപ്പോൾ അയാൾ പറയാണ്, നിങ്ങൾ ഇത് ഓണറായിട്ട് സംസാരിക്കും. നമസ്കാരം സാർ, എൻ്റെ പേഴ്സ് കാണാതായി. എടോ, എന്താടോ ഞങ്ങളെ കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇന്നിതിപ്പം നീ 3-ാമത്തെ ആളാ. ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് പേഴ്സ് കളഞ്ഞു, അത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെന്ത് ചെയ്യും? പേഴ്സിൻ്റെ കാര്യമൊന്നും എനിക്കറിയണ്ട, പൈസ തന്നിട്ട് പോയിക്കോ. അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു വരുത്താൻ നോക്ക്, ബില്ലടച്ചിട്ട് ഇവിടുന്ന് പോയിക്കോ. അയ്യോ അത് സാർ, ഫോൺ ഞാൻ വീട്ടിൽ വെച്ച് മറന്നിട്ടാണ് വന്നത്. ഫോണും ഇല്ല, പേഴ്സും ഇല്ല, പിന്നെ എന്ത് വിശ്വസിച്ച് വിടും? അയ്യോ അങ്ങനെയൊന്നുമില്ല സാർ, ഞാൻ ഉറപ്പായും പണം കൊണ്ട് തന്നിരിക്കും സാർ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അപ്പം മഹേഷ് ചിന്തിക്കുകയാണ്, ഇനിയിപ്പോൾ എന്താ വഴി? ഒരു വഴിയും മനസ്സിൽ തെളിയുന്നില്ല. അപ്പോഴാണ് മഹേന്ദ്രൻ സാറും ആ ഹോട്ടൽ ഓണറും തമ്മിൽ നിന്നിട്ടുള്ള ഒരു ഫോട്ടോ അവിടെ കാണുന്നത്. അപ്പോൾ തന്നെ മഹേഷ് ചോദിക്കുകയാണ്, സാർ, ആ ഫോട്ടോയിൽ കാണുന്നത് സാറിൻ്റെ ഫ്രണ്ടാണോ? അതെ, അത് എൻ്റെ ഫ്രണ്ടാണ്. അതിനിപ്പോൾ എന്താ? അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം എൻ്റെ ഭാര്യയുടെ അച്ഛനാണ്. ഇദ്ദേഹം നിങ്ങളുടെ ഭാര്യയുടെ അച്ഛനോ? അപ്പം നിങ്ങൾ ചന്ദ്രികയുടെ ഹസ്ബൻഡാണോ? അതെ സാർ. എന്താ സാറേ ഇത് നിങ്ങൾ ആദ്യമേ പറയണ്ടായിരുന്നോ? ഈ റെസ്റ്റോറൻറ്റ് തുറക്കാൻ തന്നെ സഹായിച്ചത് മഹേന്ദ്രൻ സാറാ. ഞാൻ നിങ്ങളുടെ അടുത്ത് വളരെ മോശമായിട്ട് സംസാരിച്ചല്ലേ? അതൊന്നും കുഴപ്പമില്ല സാർ. സാറ് മോശമായിട്ട് കരുതണ്ട. നിങ്ങൾ ബില്ലൊന്നും തരണ്ട. മഹേന്ദ്രൻ സാറിനെയും ചന്ദ്രികയെയും ഞാൻ അന്വേഷിച്ചതായിട്ട് പറയണേ. ശരി സാർ. അപ്പോൾ ചന്ദ്രിക ഗാർമെൻറ്റ്സിൻ്റെ ഓണറല്ലേ? അവരോട് എൻ്റെ വിശ്വാസമൊക്കെ പറഞ്ഞേക്കണേ. ഉറപ്പായിട്ടും പറയാം. മഹേന്ദ്രൻ സാറിന് നമ്മുടെ കടയിലെ ഗുലാബ് ജാം ഭയങ്കര ഇഷ്ടമാണ്. പാഴ്സൽ ചെയ്ത് തരാം, ഒന്ന് കൊടുത്തേക്കണേ. ശരി. എടാ അനിയ, ഒരു സെറ്റ് ഗുലാബ് ജാം പാഴ്സൽ ചെയ്. ഞാൻ കൊണ്ടുപോയി കൊടുത്താൽ മഹേന്ദ്രൻ സാറ് വാങ്ങില്ലല്ലോ. പാഴ്സൽ എന്തായാലും കൊണ്ടുപോയി ഞാൻ തന്നെ കഴിക്കാം. ഇങ്ങ് താടാ. സാർ, ഇതൊന്ന് വാങ്ങിച്ചോളൂ. സാർ. എന്താ സാർ ഇങ്ങനെ താങ്ക്സൊക്കെ പറയുന്നത്? ഇതുവഴി ഇനി പോവുകയാണെങ്കിൽ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വരാതെ പോവരുത്. ശരി. നിങ്ങളെപ്പോലെയുള്ള വലിയ ആൾക്കാരൊക്കെ വന്നാൽ എൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ പേരും വലുതാവും, ഞങ്ങളുടെ കച്ചവടവും കൂടും. ശരി സാർ, ഞാൻ വരട്ടെ. ശരി, പോയിട്ട് വാ. മഹേന്ദ്രൻ സാറിൻ്റെ മരുമകൻ എന്ന് പറഞ്ഞപ്പോൾ ഉള്ള ബഹുമാനം കണ്ടില്ലേ? ചന്ദ്രികയുടെ വിവാഹം കഴിയുന്നതുവരെ എനിക്ക് ഈ ബഹുമാനം എവിടെ നിന്നും കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രികയുടെ ഭർത്താവെന്നും മഹേന്ദ്രൻ്റെ മരുമകൻ എന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ വീണ്ടും പഴയതുപോലെ ഒരു വിലയും ഇല്ലാത്തവനായി മാറും. ഞാൻ എന്തിനാ അങ്ങനെ ആവുന്നത്? ഞാൻ ചെയ്ത എല്ലാ തെറ്റിനും മാപ്പ് ചോദിച്ച് നല്ലവനായി മാറിയാലോ? അവരും എന്നോട് ക്ഷമിച്ചു. ചന്ദ്രിക എന്നെ സ്വീകരിച്ചാൽ പിന്നെ ഞാനൊരിക്കലും കഷ്ടപ്പെടേണ്ടി വരില്ല. മഹേന്ദ്രൻ്റെ മരുമകൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്നെ എല്ലാവരും ബഹുമാനിക്കുകയും ചെയ്യും. എന്തായാലും ചന്ദ്രിക ഇപ്പോൾ ഗാർമെൻറ്റ്സിൻ്റെ ഓണറും ആയി. അവളെ ഞാൻ സ്വീകരിച്ചാൽ ലൈഫ് ലോങ് സന്തോഷമായിട്ട് ജീവിക്കാം.
അങ്ങനെ മഹേഷ് അവിടെ നിന്നും സന്തോഷത്തോടെ പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഹോസ്പിറ്റലിൽ എല്ലാവരും പുറത്തിരുന്ന് കരയാണ്. അപ്പോഴാണ് ഡോക്ടർ പുറത്തിറങ്ങി വരുന്നത്. അപ്പോൾ ആരതി ചോദിക്കുകയാണ്, ഡോക്ടർ ആകാശിന് എങ്ങനെയുണ്ട്? അവന് ബോധം വന്നോ? സർജറി കഴിഞ്ഞു, പേടിക്കാനൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോഴേക്കും കണ്ണു തുറക്കും. നിങ്ങൾ പോയി കണ്ടാൽ മതി. അത് കേട്ട് ആരതി കരഞ്ഞുകൊണ്ട് പറയാണ്, ഈശ്വര. അതുമാതിരി തന്നെ ചന്ദ്രികയും, ഈശ്വര. അത് കേട്ട് എല്ലാവർക്കും കുറേശ്ശെ സമാധാനമായി. അപ്പോൾ ഡോക്ടർ പറയാണ്, കൃത്യസമയത്താണ് നിങ്ങൾ ആകാശിനെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് വന്നത്. ഇല്ലെങ്കിൽ ജീവൻ രക്ഷിക്കാൻ പാടായിരുന്നേനെ. ആരതി ആകാശിനെ വെൻറ്റിലേറ്ററിൻ്റെ ഉള്ളിൽ കൂടി നോക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരായി അതുവഴി നോക്കുകയാണ്. ആകാശിൻ്റെ അച്ഛന് നല്ല വിഷമവും നല്ല കുറ്റബോധവും തോന്നുകയാണ്. പിന്നെ ഡോക്ടർ ICUയിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ആകാശ് കണ്ണു തുറന്നോ? ഇല്ല ഡോക്ടർ. ഡോക്ടർ അടുത്ത് നിന്ന് വിളിക്കുകയാണ്, ആകാശിനിപ്പം ബോധം തെളിയേണ്ടതാണല്ലോ. എന്ത് പറ്റി ആകാശിന്? ആകാശിൻ്റെ ഫയലിംഗ് എടുക്കൂ, പെട്ടെന്ന് എടുക്ക്. ഇതാ ഡോക്ടർ. ഇതവിടെ വെക്ക്. സംഭവിച്ച അപകടം കാരണം ബോധം ഇതുവരെയും തിരിച്ചു വന്നിട്ടില്ല. കണ്ണ് തുറന്ന് എന്തെങ്കിലും സംസാരിച്ചാൽ മാത്രമേ ഓർമ്മയുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റൂ. ആകാശിൻ്റെ അച്ഛനോടും അമ്മയോടും അവരെ എല്ലാവരോടും വരാൻ പറയൂ. ഓക്കെ ഡോക്ടർ. ഓക്കെ, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. വിളിച്ചിട്ട് വാ. സിസ്റ്റർ വന്നിട്ട് പറയാണ്, സിദ്ധു സാർ, ഡോക്ടർ നിങ്ങളെ എല്ലാവരെയും അകത്തേക്ക് വിളിക്കുന്നു. വരാം. വാ സാർ എന്ന് പറഞ്ഞ് എല്ലാവരും അകത്തേക്ക് കയറി പോവാണ്. റിപ്പോർട്ട്സ് എല്ലാം നോർമലായിട്ടായിരിക്കുന്നത്. പക്ഷേ ആകാശിന് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. ഡോക്ടർ പറയാണ്, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ആകാശുമായിട്ട് ഒന്ന് സംസാരിച്ച് നോക്ക്. നിങ്ങളുടെ ശബ്ദം കേട്ട് ആകാശ് കണ്ണു തുറക്കാൻ ചാൻസ് ഉണ്ട്. അച്ഛൻ പോയിട്ട് വിളിക്കുകയാണ്, ആകാശ് കണ്ണു തുറന്ന് നോക്കുമോനെ. ഞങ്ങളെല്ലാവരും ഇവിടെയുണ്ട്, ഇങ്ങോട്ട് നോക്കുമോനെ. ഭാരതിയും ഇവിടെയുണ്ട്. ആകാശ് കണ്ണു തുറന്ന് നോക്കുമോനെ. എന്തെങ്കിലും ഒന്ന് പറയുമോനെ. ആകാശ് എന്നോട് ക്ഷമിക്കുമോനെ. അമ്മ വിളിക്കുകയാണ്, മോനെ ആകാശെ കണ്ണു തുറന്ന് നോക്കടാ. ആകാശ് അമ്മയല്ലടാ വിളിക്കുന്നത്, കണ്ണു തുറന്ന് നോക്കടാ. ആകാശ് കണ്ണ് തുറക്കുമോനെ. ചന്ദ്രിക, ആകാശ് കണ്ണ് തുറന്ന് നോക്ക്. ആകാശ് നിൻ്റെ ആരതി വന്നിട്ടുണ്ടടാ, കണ്ണ് തുറന്ന് നോക്ക്. സിദ്ധു വിളിക്കുകയാണ്, ആകാശ് എനിക്ക് ഒന്നുമില്ല. ആകാശ് കണ്ണ് തുറന്ന് നോക്ക്. ആകാശ് ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഇതാ നോക്ക്, ആരതിയും വന്നിട്ടുണ്ട്. ആകാശ് നിൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. ആകാശ് എഴുന്നേൽക്ക്, നിനക്കൊന്നുമില്ല, എഴുന്നേൽക്ക്. ചന്ദ്രിക പറയാണ്, ആരതി നീ ആകാശിനോട് എന്തെങ്കിലും പറയ്. ആരതി പറയേ. പിന്നെ ആരതി വിളിക്കുകയാണ്, ആകാശ് കണ്ണ് തുറന്ന് ഒന്ന് എന്നെ നോക്ക്. ആകാശ് നിൻ്റെ ആരതിയാണ് വന്നിരിക്കുന്നത്. ആകാശ് പ്ലീസ് ആകാശ് കണ്ണ് തുറന്ന് ഒന്ന് എന്നെ നോക്ക്. നീയില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ആകാശ് എന്നെ കണ്ണ് തുറന്ന് നോക്ക്. ആകാശ് എന്നോട് സംസാരിക്കുക. ആകാശ് ആരതിയാണ് വിളിക്കുന്നത്. ആകാശ് കണ്ണ് തുറന്ന് ഒന്ന് നോക്കെന്നെ. എന്നെ ഒന്ന് നോക്ക്. ആകാശ് എന്നെ ഒന്ന് നോക്ക്. എന്തെങ്കിലും ഒന്ന് സംസാരിക്കുക. ആകാശ് പ്ലീസ്. അപ്പോഴാണ് ആകാശിൻ്റെ കൈക്ക് ചെറിയൊരു അനക്കം കാണുന്നത്. പിന്നെ പതിയെ ആകാശ് കണ്ണുറക്കാണ്. ആരതി അടുത്ത് നിന്ന് വീണ്ടും വിളിക്കുകയാണ്. പിന്നെ ആൾക്കാരെയൊക്കെ നോക്കാൻ തുടങ്ങി. ആകാശ് പതിയെ കണ്ണു തുറന്ന് എല്ലാവരെയും നോക്കുകയാണ്. അപ്പം മുന്നിൽ ആരതിയുണ്ട്, അച്ഛൻ, അമ്മ ഇവരൊക്കെയുണ്ട്. അപ്പോൾ ആരതി പെട്ടെന്ന് പറയാണ്, ചന്ദ്രികേച്ചി ആകാശ് കണ്ണു തുറന്നു. എന്താ ആകാശ് ഇത്രയും പേരുടെ ശബ്ദം കേട്ടിട്ട് കണ്ണു തുറക്കാത്തത്? ഡോക്ടർ ചോദിക്കുക. ആരതിയുടെ ശബ്ദം കേട്ടപ്പോൾ കണ്ണു തുറന്ന് നോക്കിയല്ലേ? ഇനി പേടിക്കാനായിട്ട് ഒന്നുമില്ല. ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. നിങ്ങളെല്ലാം ആകാശിനോട് സംസാരിക്കുക, ഞാനിപ്പോൾ വരാം. ആകാശ് നിന്നെ ഈ അവസ്ഥയിൽ കണ്ടപ്പോൾ ഞങ്ങളുടെയൊക്കെ ജീവൻ പോയതുപോലെ തോന്നി. തക്ക സമയത്ത് ആരതിയും സിദ്ധാർത്ഥും വന്നില്ലായിരുന്നെങ്കിൽ എന്നെ രക്ഷിക്കാനേ കഴിയില്ലായിരുന്നു മോനെ. സിദ്ധു പറയാണ്, ആരതി ആകാശിൻ്റെ കൂടെ ഇവിടെ ഇരിക്കട്ടെ, നമുക്കെല്ലാവർക്കും പുറത്തിരിക്കാം. ശരി സിദ്ധാർത്ഥ്. ആരതി നീ ഇവിടെ ഇരിക്ക്. ആകാശ് ചോദിക്കുകയാണ്, ഞാൻ മരിച്ചു പോകും എന്ന് പേടിച്ചോ ആരതി? അങ്ങനെയൊന്നുമില്ല, നീ മരിക്കില്ല എന്ന് എനിക്കറിയാം. കാരണം നിൻ്റെ ജീവൻ എൻ്റെ കയ്യിലാണ് ഉള്ളത്. അതാർക്കും ഒരിക്കലും എൻ്റെ കയ്യിൽ നിന്നും അകറ്റാൻ പറ്റില്ല. അത് സത്യം തന്നെയാണ്, എൻ്റെ ജീവൻ നിൻ്റെ കയ്യിലാണ്. പക്ഷേ ഒരുപാട് പേടിച്ചു പോയി ആകാശ് എന്ന് പറഞ്ഞ് അവൾ ആകാശിൻ്റെ കയ്യിലേക്ക് വീഴുക. പിന്നെ ഇതാ ഡോക്ടറുടെ മുറിയിലാണുള്ളത് ആകാശിൻ്റെ അച്ഛനും അമ്മയും ആരതിയും. ആകാശിൻ്റെ തലയിൽ നല്ല ഇഞ്ചറി പറ്റിയതുകൊണ്ട് 2 ദിവസമെങ്കിലും ഒബ്സർവേഷൻ റൂമിൽ തന്നെ ആയിരിക്കണം. ആ സമയത്ത് അയാൾക്ക് വീണ്ടും ഫിക്സോ തലവേദനയോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വരാതിരുന്നാൽ ആകാശിന് പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല.
ഈ 2 ദിവസവും ആരെങ്കിലും കൂടെ തന്നെ ഇരുന്ന് നല്ലതുപോലെ കെയർ ചെയ്യണം. അയാൾ നല്ല പോലെ ക്യൂറായി വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് അയാൾക്ക് ആവശ്യം. ഓക്കെ ഡോക്ടർ, നാളെ ഒരു MRI സ്കാൻ കൂടി ചെയ്തു നോക്കാം. അതിൽ അയാൾക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് അയാളെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ ഡോക്ടർ. ശരി ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. ശരി, പോയിട്ട് വരൂ. അങ്ങനെ അവർ 3 പേരും പുറത്തേക്ക് ഇറങ്ങാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അച്ഛൻ കരയാൻ തുടങ്ങി. അപ്പോൾ ആരതി വിളിക്കുകയാണ്, അങ്കിൾ വിഷമിക്കാതിരിക്കുക, ആകാശിന് ഒന്നും സംഭവിക്കില്ല. ഞാൻ അവൻ്റെ കൂടെ ഇരുന്ന് അവനെ നോക്കിക്കോളാം. ആകാശിന് ഒന്നും സംഭവിക്കില്ലേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചോളാം. പിന്നെ ആരതി നേരെ ആകാശിൻ്റെ അടുത്ത് റൂമിലേക്ക് പോയി. അച്ഛനും അമ്മയും അവിടെ പുറത്ത് ബെഞ്ചിൽ ഇരിക്കുകയാണ്. പക്ഷേ അച്ഛന് നിയന്ത്രണം വിട്ട് കരയാനേ പറ്റുന്നുള്ളൂ. കാരണം അച്ഛൻ്റെ കൂടുതലുള്ള ഒരു പ്രഹസനമായിരുന്നല്ലോ. അതുകൊണ്ട് അച്ഛനെ തന്നെ സമാധാനിപ്പിക്കാൻ പറ്റുന്നില്ല ആകാശിൻ്റെ. ആരതി അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, ആകാശ്, നിനക്ക് തലവേദന എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്താ ചോദിച്ചത്? ഏയ്, വെറുതെ ചോദിച്ചതാ. ആരതി എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്, നിനക്ക് തലവേദനയും ഫിക്സും വരാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ആകാശ്. ആകാശ് ചോദിക്കുകയാണ് ആരതിയോട്, എന്താ ആരതി ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല ആകാശ്. ഞാൻ നിനക്ക് ജ്യൂസ് ഉണ്ടാക്കിത്തരാം. പെട്ടെന്ന് തന്നെ ആരതി നാരങ്ങ മുറിച്ച് ജ്യൂസ് അടിച്ചു കൊടുക്കുകയാണ്. ആകാശ്, മുസമ്പി ജ്യൂസ് കുടിക്കുക. ഇപ്പം വേണ്ടായിരുന്നു ഡോക്ടർ, നിനക്ക് ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് കുടിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേണ്ടാന്ന് പറയരുത്, കുടിക്ക്. മെല്ലെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ആകാശ് പറയാണ്, താങ്ക്സ് ആരതി. താങ്ക്സോ? എന്തിനി? നിന്നെ കല്യാണം കഴിച്ചത് മുതൽ പ്രശ്നങ്ങളല്ലേ? പക്ഷേ എല്ലാ പ്രശ്നങ്ങളിലും നീ എന്നെ വിട്ടു പോകാതെ എൻ്റെ കൂടെ തന്നെ നിന്നു. എനിക്കെന്താ നിന്നോട് പറയേണ്ടത് തന്നെ അറിയില്ല. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ജീവനോടെ തന്നെ ഇല്ലായിരുന്നു. എനിക്ക് നീ ജീവിതം മാത്രമല്ല ജീവനും തന്നിരിക്കുക. അങ്ങനെയൊന്നുമില്ല. കണ്ണടച്ച് കിടന്നേ, ക്ലാസ്സിങ്ങതാ, ഉറങ്ങിക്കോ. ആരതി, എന്താണെന്നറിയില്ല, എൻ്റെ കാല് നന്നായിട്ട് വേദനിക്കുന്നു. കാല് വേദനിക്കുന്നോ? നിൽക്ക്, ഞാൻ ഡോക്ടറെ അടുത്ത് പറയാം. സിസ്റ്റർ, ഡോക്ടറോട് ഒന്ന് വരാൻ പറയുമോ? ഞാനിപ്പോൾ പറയാം. ഡോക്ടർ വന്ന് നോക്കട്ടെ. അപ്പോൾ തന്നെ ഡോക്ടർ വന്നു. എന്താ ആരതി? അത് ആകാശിന് കാല് പെട്ടെന്ന് വല്ലാതെ വേദനിക്കുന്നു എന്ന് പറഞ്ഞു ഡോക്ടർ. എന്തായിരിക്കും കാരണം? ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്തിൽ നമ്മുടെ ശരീരത്തിന് എവിടെയൊക്കെ അടികിട്ടിയെന്ന് അപ്പം നമുക്ക് പറയാനാവില്ല. ഒരു ദിവസം കഴിഞ്ഞാൽ എവിടെയൊക്കെയാണോ ഇടികിട്ടിയത് അവിടെയൊക്കെ നമുക്ക് വേദന ഉണ്ടാവും. ജസ്റ്റ് ഒരു വേദന മാത്രം. ഞാനൊരു സ്ട്രേ എഴുതിത്തരാം. അത് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മൊത്തമായി തിരുമ്മി കൊടുത്താൽ മതി. അപ്പോൾ വേദനയെല്ലാം നിൽക്കും. ശരി ഡോക്ടർ. ഇവിടെ വേദനയുണ്ടോ? വേദനയുണ്ട് ഡോക്ടർ. ഇവിടെ വേദനയുണ്ടോ? ഇവിടെയും വേദനയുണ്ട് ഡോക്ടർ. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നിടത്തൊക്കെ ആകാശിന് വേദനയുണ്ട്. ഓക്കെ, ഞാനൊരു സ്ട്രേ എഴുതിത്തരാം, അത് നിങ്ങൾ വാങ്ങിക്കണം. ശരി ഡോക്ടർ, ഞാൻ വാങ്ങിക്കൊണ്ട് വരാം. ഓക്കെ. ആകാശ്, നീ കുറച്ച് റെസ്റ്റ് എടുക്കുക, ഞാൻ പോയി ഇത് വാങ്ങിച്ചിട്ട് വരാം. ശരി ആരതി. സൂക്ഷിക്കണേ ആകാശ്. അതും പറഞ്ഞ് ആരതി പോവാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് സിദ്ധുവും ചന്ദ്രികയും വരികയാണ്. അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ്, എൻ്റെ ഫോട്ടോ ആരാ ഓട്ടോയിൽ ഒട്ടിച്ചിരിക്കുന്നത്? അപ്പോഴാണ് മഹേഷ് അവിടെ എത്തിയത്. സാർ, ഇത് നമ്മുടെ ഓട്ടോ ആണ് സാർ. ഞാനാ സാറിൻ്റെ ഫോട്ടോ ഓട്ടോയിൽ ഒട്ടിച്ചത്. എന്തിനാ മഹേഷേ എൻ്റെ ഫോട്ടോ നിൻ്റെ ഓട്ടോയിൽ ഒട്ടിച്ചിരിക്കുന്നത്? എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ട ദൈവത്തിൻ്റെ ഫോട്ടോ ആയിരിക്കും ഓട്ടോയിൽ ഒട്ടിക്കുക. പക്ഷേ എന്നെ സംബന്ധിച്ച് സാറാണ് എൻ്റെ ദൈവം. ചോക്ലേറ്റ് മലരിന് കൊടുക്കൂ സാർ. സാർ, താങ്ക്സ്. ഇതൊക്കെ കണ്ടു നിന്ന ചന്ദ്രിക പറയാണ്, സാർ മഹേഷിനോട് സംസാരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. ദയവ് ചെയ്ത് ഇനി അയാളോട് സംസാരിക്കരുത് സാർ. ചന്ദ്രികയുടെ സംസാരം കേട്ട് സിദ്ധു അവിടെ സ്തംഭിച്ച് നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സീ യു ഓൾ.